സൂറത്തുൻ നഹൽ 8-7. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅൽഖൗ ഇലല്ലാഹി യൗമഇദ്നിസ് സലം വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون. ويوم نبعث في كل أمة شهيدا عليهم من أنفسهم وجئنا بك شهيدا على هؤلاء ونزلنا عليك الكتاب بيانا لكل شيء وهدى ورحمة وبشرى للمسلمين. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا. إن الله يعلم ما تفعلون. ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وليبينن لكم يوم القيامة ما كنتم فيه تختلفون. കഴിഞ്ഞ വചനങ്ങളിലൂടെ പരലോകത്ത്
നബിമാർ ഓരോ സമുദായങ്ങൾക്കും സാക്ഷികളായി വരുന്നതും അള്ളാഹുവിനും ദൂതന്മാർക്കും എതിരായി നിലകൊണ്ടവർ അവർക്ക് പരലോകത്ത് വച്ച് യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാനും ജീവിതം അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ച് മുസ്ലിങ്ങളാകാൻ അവർ ശ്രമിക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് 87-ാമത്തെ വചനത്തിൽ വ അൽഖൗ ഇലല്ലാഹി യൗമ ഇദിനിസ്സലം. അൽഖാ എന്ന് പറഞ്ഞാൽ ഇട്ടു എന്നാണ്. അവിടെ അൽഖൗ ഇലല്ലാ, അള്ളാഹുവിലേക്ക് ഇടും എന്ന് പറഞ്ഞാൽ തയ്യാറാകും. യൗമ ഇദിൻ, ആ ദിവസം, അസ്സലം, ഇസ്ലാം, സലാം ഒക്കെ അതിൽ നിന്നാണ് വരുന്നത്. സിൽമ്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. ആ സിൽമും സലമും സലാമും ഇസ്ലാമും ഒക്കെ ഏകദേശം ഒരേ അർത്ഥത്തിലുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരലോകത്ത് വെച്ച് ഞങ്ങൾ മുസ്ലിങ്ങളായിക്കോളാം എന്ന് സത്യനിഷേധികൾ. നബിമാരുടെ ഭാഗത്താണ് സത്യം. ഈ നബിമാർ ഞങ്ങൾക്ക് സത്യവുമായി വന്നപ്പോൾ ഞങ്ങളിവരെ എതിർത്തു. പക്ഷേ ഇവരുടെ അടുത്താണ് ന്യായമുള്ളത്, സത്യമുള്ളത് എന്ന് പരലോകത്ത് വെച്ച് സത്യനിഷേധികൾക്ക് ബോധ്യമാകാൻ. അപ്പോൾ അവർ യഥാർത്ഥ മുസ്ലിങ്ങളാകാൻ ശ്രമിക്കും. ഇത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. സൂറത്തുൽ ഹിജ്റിലെ 2-ാമത്തെ ആയത്തിൽ കാണും, റുബമ യവദ്ദുല്ലദീന കഫറു ലൗ ഖാനു മുസ്ലിമീൻ. സത്യനിഷേധികൾ അന്ന് ആഗ്രഹിച്ചു പോകും, ലൗ ഖാനു മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്നവർ കൊതിച്ചു പോകും. സൂറത്തു സജദയിൽ റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. റബ്ബേ, ഞങ്ങളിപ്പോൾ കണ്ടു കേട്ടു, അതുകൊണ്ട് ഞങ്ങളിനി ഒന്ന് മടക്ക്. ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾ ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കാണാം. അതുപോലെ സൂറത്തു മുൽക്കിൽ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർ. ഞങ്ങൾ ഭൗതിക ലോകത്ത് വെച്ച് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ നരകാഗ്നിയിൽ ഞങ്ങൾ പെടില്ലായിരുന്നല്ലോ. സൂറത്തു നിസായിൽ യൗമ ഇദിൻ യവദ്ദുല്ലദീന കഫറു വ അസവുർ റസൂൽ. അന്നേ ദിവസം സത്യനിഷേധികൾ അതുപോലെ റസൂലിനെ ധിക്കരിച്ചവർ കൊതിച്ചു പോകും, ലൗ തുസവ്വ ബിഹിമുൽ അർളു, ഭൂമി അവരെയും കൊണ്ട് നിരപ്പാക്കിയിരുന്നുവെങ്കിൽ, വലാ യക്തുമൂന അല്ലാഹ ഹദീസ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു വിവരവും അവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധ്യമല്ല. ഇതുപോലെ സൂറത്ത് ഫുർഖാനിൽ വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈ, അക്രമി വിരൽ കടിക്കും, യഖൂലു യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീല, റസൂലിൻ്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ പറഞ്ഞു പോകുന്നതാണ്. അതാണ് ഇവിടെ ഈ പറഞ്ഞ വ അൽഖൗ ഇലല്ലാഹി യൗമ ഇദിനിസ്സലം. അന്നേ ദിവസം പൂർണ്ണമായ സമർപ്പണത്തെ അള്ളാഹുവിലേക്ക് അവർ ഇടും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളായിക്കോളാം, ഞങ്ങൾ ഇനി നന്നായി ജീവിച്ചോളാം എന്നവർ പറയും. എന്നിട്ട് അള്ളാഹ് പറയാണ് വളല്ല അൻഹും, അവരെ തൊട്ട് തെറ്റിപ്പോയി. ലൊല്ല പറഞ്ഞാൽ മാറി, തെറ്റി, പിഴച്ചു, അതാണ് ലൊലാല്, വഴിപിഴച്ചത്. വളല്ല അൻഹും, അവരിൽ നിന്ന് അവരെ തൊട്ട് തെറ്റിപ്പോകും. മാ കാനൂ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നബിമാർ യഥാർത്ഥ സത്യം പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് എന്നിങ്ങനെ ഏതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞിരുന്നത് അതിന് എതിർ ആ നബിമാർക്കും അള്ളാഹുവിനും എതിരിൽ
പലതും അവർ കെട്ടിച്ചമച്ച് പറഞ്ഞു. പക്ഷെ പരലോകത്തെത്തിയപ്പോൾ അവർ വാദിച്ചതോ അല്ലെങ്കിൽ അവർ പ്രചരിപ്പിച്ചതോ അവർ വിശ്വസിച്ചതോ ഒന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എല്ലാം അവരിൽ നിന്ന് തെറ്റിപ്പോയി. തഫ്സീറിൽ കാണാം, തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മിൻ അന്ന ആലിഹത്തഹും തശ്ഫഉ ലഹും ഇൻദല്ലാഹി വ തുൻജീഹിം മിൻ അദാബിഹി എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചിരുന്നത്, അവർ ആരാധിച്ചിരുന്ന ഇലാഹുകൾ അവർക്ക് വേണ്ടി അള്ളാഹിൻ്റെ അടുത്ത് ഷഫാഅത്ത് ചെയ്യുമെന്നാണ്. അങ്ങനെ വ തുൻജീഹിം മിൻ അദാബിഹി, അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ ഈ ആലിഹത്തുകൾ രക്ഷപ്പെടുത്തുന്ന. അവിടെ എത്തിയപ്പോഴോ ഒരാളും അവരെ സഹായിക്കാനില്ല. അതുപോലെ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അള്ളാഹുവിന് പുറമെ ഇവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങൾ അടുപ്പിക്കും. പരലോകത്തെത്തിയപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യം അവർക്ക് കിട്ടിയില്ല. ഹാവുലായി ഷുഫഅഉന ഇൻദല്ലാഹ്, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശകരാകും. പരലോകത്ത് ഇവരാരും ശുപാർശകരായില്ല. അതാണ് ഈ പറഞ്ഞ വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചിരുന്ന എല്ലാം അവരെ തൊട്ട് തെറ്റിപ്പോയി എന്ന് അവർക്ക് പരലോകത്ത് ബോധ്യമാണ്. എന്നിട്ട് അള്ളാഹ് പറയണം, ആരാണവർ? അല്ലദീന കഫറൂ എന്ന് പറഞ്ഞാൽ സത്യം നിഷേധിച്ചവർ. വസദ്ദൂ അൻ സബീലില്ലാ, സത്യത്തെ നിഷേധിക്കുക മാത്രമല്ല, ആ സത്യത്തെ നിഷേധിക്കുമ്പോൾ സംഭവിക്കുക, അത് നമ്മളൊക്കെ ഭയപ്പെടേണ്ടതാണ്. നമ്മളൊരു ഹക്ക് ബോധ്യമായിട്ട് അത് തെളിഞ്ഞിട്ട് തെളിവുകളിലൂടെ ബോധ്യമായിട്ട് ആ ഹക്കിൽ നിന്ന് നമ്മൾ വിട്ടു നിന്നാൽ, ഒന്ന് ആ ഹക്കിനെതിരിൽ നമ്മൾ നിന്നു, അതോടൊപ്പം നമ്മൾ ആരാകും? ഇവിടെ പറഞ്ഞ വസ്വദ്ദു അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ തടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരാൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരാൾ സത്യത്തിനെതിരിൽ നിലകൊള്ളുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അയാളെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളെ കൂടി ആ സത്യത്തിൽ നിന്ന് തെറ്റിക്കുകയാണ്. അപ്പോൾ സത്യനിഷേധികൾ അല്ലദീന കഫറൂ വസ്വദ്ദൂ അൻ സബീലില്ലാ, അവർ സത്യത്തെ നിഷേധിച്ചു എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടുക്കുകയുമാണ് ചെയ്തത്. അതാണ് നേർക്കുനേരെ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഖുർആനിൻ്റെ ആയത്തുകൾ അവരെങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, സത്യനിഷേധികൾ പറഞ്ഞു ഈ ഖുർആൻ നിങ്ങൾ കേൾക്കണ്ട. വൽഗൗ ഫീഹി, നിങ്ങളവിടെ ഒച്ചപ്പാടുകൾ ബഹളങ്ങൾ ഉണ്ടാക്കിക്കോളി. എന്നാൽ അല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അവർ സ്വയം വിശുദ്ധ ഖുർആനെതിരായെന്ന് മാത്രമല്ല, അത് കേൾക്കാൻ ഒരു പക്ഷം വന്നു നിൽക്കുന്ന ആളുകൾ കൂടി അതിൽ നിന്ന് തെറ്റിച്ചു വിടാൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുക എന്നതാണ് പ്രധാനം. അള്ളാഹിൻ്റെ മാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ നിയ്യത്ത് ശരിയാകുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും അള്ളാഹിൻ്റെ മാർഗത്തിലാണ്. ഒരിക്കൽ ഒരു സ്വഹാബി, റസൂലുള്ളയും സ്വഹാബികളും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്വഹാബി ഇങ്ങനെ വളരെ ഉന്മേഷത്തിലും അതുപോലെ ഊർജ്ജസ്വലതയിലും ചില പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത് സ്വഹാബികൾ കാണാൻ. അപ്പോൾ കൂടുള്ള സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാ ലൗ കാന ഹാദാ ഫീ സബീലില്ലാ, ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി വളരെ താല്പര്യപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അള്ളാഹിൻ്റെ മാർഗത്തിലായിരുന്നെങ്കിൽ എന്ന് സ്വഹാബത്ത് പറയാണ്. അപ്പോൾ റസൂല പറയാണ്, ഇൻ കാന ഖറജ യസ്അ അലാ ഉൽദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാ, അദ്ദേഹം തൻ്റെ ചെറിയ മക്കൾക്ക് വേണ്ടിയാണ്, ആ മക്കളെ പോറ്റാൻ ആ മക്കളെ വളർത്താൻ വേണ്ടിയാണ് ആ പരിശ്രമം നിർവഹിക്കുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാ, അവൻ അള്ളാഹിൻ്റെ മാർഗത്തിലാണ്. വ ഇൻ കാന ഖറജ യസ്അ അലാ അബവൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാ, അയാൾ ആ അധ്വാനിക്കുന്നത് തൻ്റെ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാ, അവൻ അള്ളാഹിൻ്റെ മാർഗത്തിലാണ്. വ ഇൻ കാന യസ്അ അലാ നഫ്സിഹി യുഇഫുഹാ ഫഹുവ ഫീ സബീലില്ലാ, അദ്ദേഹം അധ്വാനിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഒന്ന് ഹറാമ് കലരാത്ത ഒരു ജീവിതം നേടിയെടുക്കാൻ, മറ്റുള്ളവരോട് യാചിക്കാതെ അധ്വാനിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ ഇഫ്ഫത്തോടു കൂടി ജീവിത വിശുദ്ധി നേടി ജീവിക്കാനാണ് അദ്ദേഹം അധ്വാനിക്കുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാ,
അള്ളാൻ്റെ മാർഗത്തിലാണ് അദ്ദേഹം. അപ്പോൾ സബീലുള്ള എന്ന് പറഞ്ഞാൽ യുദ്ധമാർഗം മാത്രമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നെയ്യത്ത് ശരിയായാൽ, ഇപ്പം നമ്മൾ ഈ ഖുർആൻ കേൾക്കാനും ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനാണ് ഇവിടെ വന്നത്. നമ്മളാ വരുന്ന വഴിയൊക്കെ അള്ളാൻ്റെ മാർഗമാണ്. നമ്മൾ നിസ്കരിക്കാനാണ് വന്നത്, ആ വഴിയൊക്കെ അള്ളാൻ്റെ മാർഗമാണ്. ഒരാളെ സഹായിക്കാൻ നമ്മൾ പുറപ്പെടാൻ, നെയ്യത്ത് ശരിയാണെങ്കിൽ അത് അള്ളാൻ്റെ മാർഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ സത്യനിഷേധികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അകലുന്നു എന്ന് മാത്രമല്ല, അതിലേക്ക് വരുന്നവരെ തടുക്കുക എന്ന ഏറ്റവും വലിയ അക്രമമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. അവർക്കുള്ള ശിക്ഷ ഇവിടെ പറയാണ്, സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്. സിദ്നാഹും, നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. സാദ എന്ന വാക്ക് നിന്നാണ് അത് വന്നത്. നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. അദാബൻ, ശിക്ഷ. ഫൗഖൽ അദാബ്, ശിക്ഷക്ക് മീതെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരുപാട് ദറജകളുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി മിഅത്തു ദറജ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. അതിൽ അലാഹ അൽ ഫിർദൗസ്, അതിൽ ഏറ്റവും ഉന്നതമാണ് ഫിർദൗസ്. അത് സ്വർഗത്തിൻ്റെ മധ്യഭാഗമാണ്. അതിൽ നിന്നാണ് തുഫജ്ജിറു അൻഹാറുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള അരുവികൾ പൊട്ടി ഒഴുകുന്നത്. അതുകൊണ്ട് ഇദാ സഅൽതുമുല്ലാഹുൽ ജന്ന ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫിർദൗസ് കൊണ്ടോ എന്ന് പ്രാർത്ഥിക്കണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ സ്വർഗത്തിൽ വിവിധ ദറജകളുണ്ട്. ഇതുപോലെ നരകത്തിലുമുണ്ട്. നരകത്തിലും ഒരേപോലെയുള്ള ശിക്ഷയല്ല, വിവിധങ്ങളായ ശിക്ഷകൾ. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നരകത്തിലെ ശിക്ഷകൾ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. സഖൂം, ത്വആമുൽ അസീം, ഇങ്ങനെയുള്ള ഒരുപാട് വിവിധ പാനീയങ്ങൾ, വിവിധ ഭക്ഷണങ്ങൾ, അതിലെ യാതനകൾ. അതാണ് ഇവിടെ പറഞ്ഞ അള്ളാഹുവിന് ഇത്തരം ആളുകളോടുള്ള വെറുപ്പ്, അവൻ്റെ ആ ദേഷ്യം. അതുകൊണ്ട് തന്നെ സിദ്നാഹും, നാം അവർക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കും. അദാബൻ ഫൗഖൽ അദാബ്, ഒരു ശിക്ഷക്ക് വീതം മറ്റൊരു ശിക്ഷ എന്ന് പറഞ്ഞാൽ കഠിന കഠോരമായ ശിക്ഷ അവർക്ക് നൽകും. ബിമാ കാനൂ യുഫ്സിദൂൻ, എന്താണ് കാരണം? അവർ കുഴപ്പമുണ്ടാക്കിയത് കൊണ്ട്. അഫ്സദ യുഫ്സിദു, ഫസാദ്. അവർ യഥാർത്ഥത്തിൽ അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കുഴപ്പമുണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് കഠിനമായ ശിക്ഷ അവർക്ക് ലഭിക്കും. അടുത്ത ആയത്ത്, വയൗമ നബ്അസു ഫീ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ. വയൗമ, ആ ദിവസം, നബ്അസു, നാം ഉയർത്തെഴുന്നേൽപ്പിക്കും. ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും, ഷഹീദൻ, ഒരു സാക്ഷിയെ, അലൈഹിം, അവർക്കെതിരിൽ, മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹു നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. വൈൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹ നദീർ, ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല അവർക്ക് താക്കീതുകാർ വരാതെ. അതുകൊണ്ട് നബിമാർ ആ സമൂഹത്തിൻ്റെ സാക്ഷികളായി പരലോകത്ത് വരും. അപ്പം അങ്ങനെ ആ നബിമാരെ കൊണ്ടുവന്ന് അള്ളാഹ് നേർക്കുനേരെ ചോദിക്കും, ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലായിട്ടില്ലേ എന്ന് നബിമാരെ കൊണ്ടുവന്ന് അള്ളാഹു ഈ സത്യനിഷേധികളെ കൊണ്ട് ഉറപ്പിക്കും. അപ്പോൾ അവർ സമ്മതിക്കും, ഇവർ ഞങ്ങളിലേക്ക് സത്യവുമായി വന്നു, പക്ഷെ ഞങ്ങൾ ഇവരെ എതിർത്തു, നിഷേധിച്ചു. അപ്പോൾ അതിന് സാക്ഷികളായി അവരിൽ നിന്ന് തന്നെ സാക്ഷികളായി വരാണ്. നബിമാർ മാത്രമല്ല സാക്ഷികൾ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ സൂറത്ത് യാസീനിലും അതുപോലെ സൂറത്ത് ഫുസ്സിലത്തിലും ഒരു മനുഷ്യന് അവൻ്റെ കൈകാലുകൾ, അവൻ്റെ തൊലികൾ പോലും അവൻക്കെതിരിൽ സാക്ഷിയാക്കും. അവൻ ജീവിക്കുന്ന പ്രദേശം, അവൻ സത്യത്തിലാണെങ്കിൽ ആ സത്യത്തിന് സാക്ഷിയാകും. അല്ലെങ്കിൽ അവൻ സത്യത്തിനെതിരായി അവൻ തമ്മാടിയായി ജീവിച്ചവനാണെങ്കിൽ അവൻ ജീവിച്ച പ്രദേശം അവന് സാക്ഷിയാവുന്ന. അതാണ് സൂറത്ത് സൽസല. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വ അഖ്റജത്തിൽ അർളു അത്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അന്നേ ദിവസം ഭൂമി അതിൻ്റെ വിവരം പറയും, വർത്തമാനം പറയും. അപ്പോൾ റസൂലുള്ള ചോദിക്കുകയാണ്, എന്താണ് ഈ ഭൂമി വർത്തമാനം പറയുന്നത്? അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവിനും പിന്നെ റസൂലിനുമാണ് അറിയാം.
അപ്പോൾ നബിസ്വല്ലാസ് പറയാണ്, ഒരാൾ ഒരു പ്രദേശത്ത് വെച്ച് ചെയ്ത നന്മയാണെങ്കിൽ ആ പ്രദേശം അവനക്ക് വേണ്ടി വാദിക്കും. ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന നന്മ അവൻ ചെയ്തിട്ടുണ്ട്. ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം അവനെതിരല്ലത് പറയും. അപ്പോൾ നബിമാർ സാക്ഷികളായി വരും, അവനവൻ്റെ തൊലിയും കൈകാലുകളും അവയവങ്ങളും സാക്ഷികളായി വരും, അവൻ ജീവിക്കുന്ന പ്രദേശമടക്കം അവനെതിരിൽ സാക്ഷിയായി വരും. അതൊക്കെ ഇതിൽ നമ്മൾ ഉൾക്കൊള്ളുക. വയൗമ നബ്അഥു ഫീ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം. ഓരോ സമുദായത്തിലും അവരിൽ നിന്ന് അവർക്കുള്ള സാക്ഷിയെ നാം കൊണ്ടുവരും. എന്നിട്ട് പറയാണ് വജിഇനാ ബിക, വജിഇനാ നാം കൊണ്ടുവരും ബിക താങ്കളെ, അഥവാ മുഹമ്മദ് നബിയെ, ഷഹീദൻ സാക്ഷിയായി, അലാ ഹൗലാഇ ഇവർക്കെതിരെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഉമ്മത്തിനെതിരെ. ഇത് സൂറത്ത് നിസായിലും ഈ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയും, നിങ്ങൾക്കല്ലേ ഖുർആൻ അവതരിച്ചത് റസൂലെ, അത് പിന്നെ ഞാൻ അങ്ങോട്ട് പാരായണം ചെയ്തു തരണോ? അപ്പോൾ ഇന്നി ഉഹിബ്ബു അൻ അസ്മഅ മിൻ ഗൈരി, ഞാനല്ലാത്തവരിൽ നിന്ന് ഈ ഖുർആൻ കേൾക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഓതി. സൂറത്തുൻ നിസായിലെ ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, ഓരോ സമുദായത്തിൽ നിന്നും സാക്ഷിയെ കൊണ്ടുവരുന്ന ആ സന്ദർഭം എങ്ങനെയുണ്ടാകും? വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, ഈ സമുദായത്തിനെതിരിൽ താങ്കളെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാകും? ഈ ആയത്തിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക്, മതി എന്ന് പറയുകയും, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഫഇദാ ഐനാനി തദ്രിഫാൻ, അപ്പോൾ റസൂലുള്ളാഹ് കണ്ണുനീർ പൊഴിച്ച് കരയുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ ഹദീത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇവിടെ പറഞ്ഞ വജിഇനാ ബിക ഷഹീദൻ അലാ ഹൗലാഇ. എന്നിട്ട് പറയാണ് വനസ്സൽനാ അലൈക്കൽ കിതാബ, വനസ്സൽനാ നാം ഇറക്കിയിരിക്കുന്നു, അലൈക താങ്കളുടെ മേൽ, അൽ കിതാബ ഈ ഗ്രന്ഥം, തിബിയാനൻ ലികുല്ലി ഷൈഇൻ, തിബിയാൻ എന്ന് പറഞ്ഞാൽ വിവരണം, വിശദീകരണം, ബയാൻ എന്നും തിബിയാൻ എന്നും പറയും. വിവരണം, ലികുല്ലി ഷൈഇൻ എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അതിന് തഫ്സീറിൽ കാണാം, ഫി മഅരിഫത്തിൽ ഹലാലി വൽ ഹറാമി വൽ ഹഖ് വൽ ബാത്തിലി വസ്സവാബി വൽ ഇഖാബ്. ഏറ്റവും പ്രധാനം അതാണ്, ഹലാലും ഹറാമും വേർതിരിക്കുക, ഹക്കും ബാത്തിലും വേർതിരിക്കുക, സവാബും ഇഖാബും പ്രതിഫലം അതുപോലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ നിലകൊള്ളുമ്പോൾ എന്തൊക്കെയാണ് ഹലാൽ, ഏതൊക്കെയാണ് ഹറാം, ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഖുർആൻ എല്ലാറ്റിനും തിബിയാനാണെന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ഹദീസുകൾ. ആ ഹദീസുകൾ ഉണ്ടാകുമ്പോഴാണ് ഖുർആൻ തിബിയാനായി മാറുക. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല പറഞ്ഞത് അസുന്നത്തു ദലായിലുൽ ഖുർആൻ, സുന്നത്ത് നബിചര്യ എന്നത് ഖുർആനിൻ്റെ ഗൈഡാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ മനസ്സിലാക്കാനുള്ള ഗൈഡാണ് യഥാർത്ഥത്തിൽ സുന്നത്തുകൾ. ഇപ്പോൾ നമ്മൾ ഖുർആൻ നോക്കുമ്പോൾ ഇപ്പോൾ മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് ഖുർആനിൽ എന്തു മാത്രമേ ഉള്ളൂ? മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വലാ തുസല്ലി അലൈഹിം വലാ തഖും അലാ ഖബരി, നീ അവർക്ക് വേണ്ടി നിസ്കരിക്കരുത്, അവരെ കബറിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്. മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതാണ് സൂചന. ഇതുപോലെ ഒരു ഇബാദത്തും അതിൻ്റെ പൂർണ്ണ വിശദീകരണം നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടൂല. ഹജ്ജിൻ്റെ കർമ്മം കിട്ടൂല, ഉംറ കിട്ടൂല, സക്കാത്ത് കിട്ടൂല, നിസ്കാരം കിട്ടൂല. അതൊക്കെ കിട്ടുക സുന്നത്തിലാണ്. അപ്പോൾ ഖുർആൻ തിബിയാനൻ ലികുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞാൽ ആ ഖുർആനിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തതാണ് സുന്നത്തുകൾ. എനിക്ക് ഖുർആൻ ലഭിച്ചു, വ മിത്ലഉ മഹഉ, അതിന് തുല്യമായതും അതുപോലുള്ളതും ലഭിച്ചു എന്ന് റസൂലുള്ള പറഞ്ഞു. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, പിന്നെ ഖുർആനും സുന്നത്തും അത്
എന്നെ നിങ്ങൾ ഹൗലിൻ്റെ അടുത്ത്, നാളെ ഹൗലുൽ കൗത്തറിൻ്റെ അടുത്ത് കാണുന്നത് വരെ അതൊരിക്കലും വേർതിരിയുകയില്ല എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒന്നാണ്. യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മ. റസൂലുള്ള അവരെ ഖുർആനും പഠിപ്പിച്ചു, സുന്നത്തും പഠിപ്പിച്ചു. അപ്പോൾ സുന്നത്ത് കൂടി ഉണ്ടാകുമ്പോഴാണ് ഖുർആൻ തിബിയാനാകുന്നത്. അത് സൂറത്ത് ആലു ഇംറാനിലെ വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക. ആ പാശത്തെ വിശദീകരിച്ച് മുഫസ്സിർ പറഞ്ഞത് അവിടെ ഹബുലുള്ള എന്ന് പറഞ്ഞാൽ അൽ വഹ്യാനി അഷ്ശരീഫാനി എന്നാണ്. അവിടെ ഹബുലുള്ള എന്ന ഖുർആൻ മാത്രമല്ല, അൽ വഹ്യാനി ഷരീഫാനി, ശ്രേഷ്ഠമായ 2 വഹ്യുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ വഹ്യാണ്, അതുപോലെ ഹദീത്തുകൾ ലഫ്ലുകൾ റസൂലുള്ള പറയുന്നതാണെങ്കിലും അതിൻ്റെ ആശയം അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ്. അത് രണ്ടും അവിടെ പെടും. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് നാം തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാറ്റിനും വിശദീകരണമായി വിവരണമായി ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം അത് വഹൂദ, അത് സന്മാർഗമാണ്, വ റഹ്മ, അത് കാരുണ്യമാണ്, വ ബുഷ്റ, ബുഷ്റ എന്ന് പറഞ്ഞാൽ സന്തോഷം, ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് സന്തോഷമാണ്. അതിൽ അവിടെ ബുഷ്റ ലിൽ മുസ്ലിമീൻ എന്നതിന് തഫ്സീറിൽ കാണാം അന്നസ്റു വൽ ഫൗസ് വൽ കറാമത്തു ഫിദ്ദുന്യ, ദുന്യാവിൽ സത്യവിശ്വാസികൾക്ക് അവർ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന പക്ഷം അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കും. വൽ കറാമ, അള്ളാഹുവിനുള്ള കറാമത്തുകൾ എന്ന് പറഞ്ഞാൽ ആദരവുകൾ ഫിദ്ദുന്യ, ദുന്യാവിൽ ലഭിക്കും. അതോടൊപ്പം വൽ അജ്റുൽ അലീം വ സവാബുൽ ജസീൽ യൗമൽ ഖിയാമ, പരലോകത്ത് വമ്പിച്ച പ്രതിഫലം, ധാരാളം പ്രതിഫലങ്ങൾ പരലോകത്ത് അവർക്ക് ലഭിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്ക് ഹുദയായി റഹ്മത്തായി ബുഷറയായി മാറണം. 10-ലേറെ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റേത് നമുക്ക് ഖുർആൻ തന്നെ കാണാൻ കഴിയും. അതൊക്കെ ആ 10-ലേറെയുള്ള നാമങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധപ്പെടുത്തുന്നതാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുന്നത്, നമ്മളത് കൂടുതൽ പാരായണം ചെയ്യണം. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 1 ജുസ് എങ്കിലും നമ്മൾ പാരായണം ചെയ്യണം. അത് ശീലിക്കാത്തവർ ശീലിക്കണം. 1 ജുസ് തന്നെ 10 പേജാണ്. അപ്പോൾ നമ്മൾ 1 ജുസ് ഒരു ദിവസം പാരായണം ചെയ്താൽ 1 മാസം കൊണ്ട് ഖത്തം തീർക്കാൻ കഴിയും. അത് 2 ജുസ് ഓതാൻ കഴിയുന്നവരും ഒരുപക്ഷെ 3 ജുസ് ഓതാൻ കഴിയുന്നവരും വർദ്ധിപ്പിക്കാം. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് മുവഹ്ഹിദുകളായ നമ്മൾ തൗഹീദ് ലഭിച്ചവരാണ്, സുന്നത്ത് ലഭിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായി നിരന്തരം നമ്മൾ ബന്ധമുണ്ടാകണം. അതിൻ്റെ ഭാഗമായി ഒരു ദിവസം ചുരുങ്ങിയത് 1 ജുസ് പാരായണം ചെയ്യണം. അതെന്നാ 1 പേജ് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടുമ്പോൾ ഇങ്ങനത്തെ 10 പേജ്, ഇത് 2 പേജ് വിട്ടാണെങ്കിൽ 20 പേജ്, ഇങ്ങനത്തെ 10 പേജാണ് 1 ജുസ്. അതെത്ര ആവട്ടെ, അതുപോലെ നമ്മൾ ഒരു ഇരിപ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങൾ രാവിലെ ഒരു 3 പേജ് ഓതി, ബാക്കി വൈകുന്നേരമോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബാക്കി ഓതാം. നമ്മളത് മനസ്സിനോട് താല്പര്യം കാണിച്ചാൽ നമുക്കതൊരു വലിയ താല്പര്യമായി മാറും. അങ്ങനെ ശീലിച്ചാൽ ഒരു ദിവസം പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ല നമുക്കൊരു ദുഃഖം, ഖേദമുണ്ടാവും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നീല അക്റഹു അൻ അമുറ അലയ്യ യൗം, എന്നിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത് ഞാൻ വെറുക്കുന്നു. ലാ അൻളുറു ഫിൽ മുസ്ഹഫ്, മുസ്ഹഫ് കാണാത്ത, മുസ്ഹഫിലേക്ക് ഖുർആനിലേക്ക് നോക്കാത്ത ഒരു ദിവസം എന്നിലൂടെ കഴിഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം നോക്കൂ നിങ്ങൾ. അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിൽ ഖുർആനുണ്ട്. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുക്കൾ അദ്ദേഹത്തെ മർദ്ദിക്കുന്നത്. അദ്ദേഹത്തെ മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ അദ്ദേഹം ഓതിയ ഖുർആനിൽ വീണു. സൂറത്തു ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ ശരിയായ മൻഹജ് പഠിപ്പിക്കുന്ന ആയത്താണത്. നമ്മൾ ഉൾക്കൊള്ളേണ്ട മൻഹജ്, സ്വഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ തെളിവാണ് ആയത്ത്. ആ ആയത്തിലാണ് ആ രക്തത്തുള്ളി വീണത് എന്ന് പോലും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഖുർആൻ നമുക്ക് ഹുദയും റഹ്മത്തും ബുഷറയും ഒക്കെ ആകണമെങ്കിൽ അതിൻ്റെ പാരായണത്തിലും അത് അർത്ഥം മനസ്സിലാക്കുന്നതിലും അതിന് പുറമെ അതനുസരിച്ച് പരമാവധി ജീവിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം എന്നർത്ഥം.
അടുത്ത ആയത്ത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്തിനെ കുറിച്ച് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അജ്മഉ ആയത്തിൻ ഫിൽ ഖുർആനി ലിൽ ഖൈരി വശ്ശർരി എന്നാണ്. ഖുർആനിൽ എല്ലാ ഖൈറും എല്ലാ ഷെറും ഉൾപ്പെടുത്തി പറഞ്ഞ ഒരായത്താണിതെന്നാണ്. എന്നാൽ അള്ള പഠിപ്പിച്ച എല്ലാ നന്മയും ഈ ആയത്തിലുണ്ടെന്നാണ്. അള്ള വിരോധിച്ച എല്ലാ തിന്മകളും ഈ ആയത്തിൽ പറയപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് അവിടെ പറഞ്ഞത്? ഇന്നല്ലാ, അല്ലാഹു, തീർച്ചയായും അല്ലാഹു, യഅ്മുറു, അവൻ കൽപ്പിക്കുന്നു, ബിൽ അദ്ൽ, നീതി. അല്ലാഹു നീതിയോടെ വർത്തിക്കാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വാക്കിലും പ്രവർത്തനത്തിലും ഇടപാടിലും ശുപാർശകളിലും വിശ്വാസത്തിലും എല്ലാ രംഗത്തും നീതി. തൗഹീദ് എന്ന് പറഞ്ഞാൽ നീതിയാണ്. ഈ അതിൽ ആദ്യം പെട്ട തൗഹീദാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ സത്യത്തിൻ്റെ മാർഗത്തിൽ നീതിയോടെ നിലനിൽക്കലാണ് അള്ളാഹുവിനുള്ള എല്ലാ അവകാശങ്ങളും വെച്ചു കൊടുത്ത് അവനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ച് കഴിയുക എന്നുള്ളത്. അപ്പോൾ എല്ലാം അതിൽ പെട്ടു. അതിൽ നീതിയോടെ വർത്തിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കൽ അർത്ഥം നന്മ ചെയ്യാന്നാണ്. പക്ഷെ ആ നന്മ ചെയ്യുക എന്നത് എപ്പോഴാണത് നന്മയായി മാറുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്ന് ദീന് ചോദിച്ച് പഠിച്ച് പോയ ഹദീസാണ് ഹദീസു ജിബ്രീൽ. ജിബ്രീലിൻ്റെ ഹദീസ് എന്ന് അതിന് പറയാം. ഹദീസു ജിബ്രീൽ എന്ന് പറഞ്ഞാൽ മൽ ഇസ്ലാം, മൽ ഈമാൻ, മൽ ഇഹ്സാൻ എന്നിങ്ങനെ ചോദിക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി അതിങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമായിട്ട് പോയപ്പോൾ ഇതാരാന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല. അത് ജിബ്രീൽ അതാക്കും യുഅല്ലിമുക്കും ദീനുക്കും, നിങ്ങളടുത്ത് അദ്ദേഹം വന്നത് അള്ളാഹിൻ്റെ ദീന് നിങ്ങളെ പഠിപ്പിക്കാനാണ്. അതിൽ ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്താ? അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, നീ അവനെ നേർക്കുനേരെ കാണും പോലെ. എന്നാൽ നീ അവനെ കാണുന്നില്ലെങ്കിലോ ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ മാത്രമായി ചെയ്യുന്ന നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, തവാഫ്, ഉംറ പോലുള്ള ഏതൊക്കെ ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകൾ, പിന്നെ മാതാപിതാക്കൾ തുടങ്ങി മറ്റു മനുഷ്യർ, ജീവജാലങ്ങൾ, മിണ്ടാപ്രാണികൾ, പിന്നെ മുസ്ലിങ്ങളല്ലാത്തവർ, മുസ്ലിങ്ങളായവർ, ഇങ്ങനെ ആരോടൊക്കെ നമുക്ക് നന്മ ചെയ്യാണ്ടോ അവർക്കൊക്കെ ഈ ബോധത്തോടു കൂടി നന്മ ചെയ്യാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഒരു ജീവിയെ, അള്ളാഹ് അനുവദിച്ച ജീവിയെ അറുക്കുകയാണെങ്കിൽ, അറുത്ത് ഭക്ഷിക്കുന്ന നമ്മൾക്കുള്ള ജീവികൾ അവയെ അറുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹ് നമുക്ക് കൊല്ലാൻ അനുവദിച്ചൊരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ ഫഅഹ്സിനുൽ ഖിത്ല, അതിനെ നന്നായി കൊല്ലണം. എന്ന് പറഞ്ഞാൽ അവിടെ പോലും ഇസ്ലാമിൻ്റെ ഒരു നന്മ. ഒരു സ്വഹാബി ആടിനറക്കുമ്പോൾ കത്തി മൂർച്ചല്ല, അങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുക, നീ അതിനെ 2 വട്ടം കൊല്ലുകയാണോ? എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ജീവികൾ അറക്കുമ്പോൾ ആ കത്തി മൂർച്ച കൂട്ടണം, എന്നിട്ട് പെട്ടെന്ന് അറിവ് നടത്തണം. അതൊരു ഇഹ്സാനാണ്. ഇങ്ങനെ ഓരോ രംഗത്തും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഇഹ്സാൻ, അതാണ് ഇവിടെ പറഞ്ഞ അല്ലാഹ് നിങ്ങളോട് കൽപ്പിക്കുന്നു. പിന്നെ പറഞ്ഞതോ വഈതാഇ ദിൽ ഖുർബാ, അതാ എന്ന വാക്കുന്നാണ്. അതാ എന്ന് പറഞ്ഞാൽ ചെന്നു, വന്നു, കൊടുത്തു എന്നൊക്കെ അർത്ഥം. ഇവിടെ ഈതാ എന്ന് പറഞ്ഞാൽ നൽകുക. ഈതാഇ ദിൽ ഖുർബാ, അടുത്ത ബന്ധുക്കൾക്ക് നൽകൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് നൽകുകയാണെങ്കിലും അവിടെ ആദ്യം പരിഗണിക്കേണ്ടത് കുടുംബക്കാരാണ്. അത് പ്രത്യേകിച്ച് സക്കാത്ത്, സ്വതക്ക. അതിൽ ഒരാളുടെ മാതാപിതാക്കൾ, അവൻ്റെ ഭാര്യ, മക്കൾ, പിന്നെ പള്ളി, മദ്രസ, നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യയും മക്കളും, നമ്മൾ ഉൾക്കൊള്ളും നമ്മുടെ പള്ളിയും നമ്മുടെ മദ്രസയും, ഇത് മാത്രമാണ് സക്കാത്ത് നിന്ന് ഒഴിവ്. കാരണം ഇത് സക്കാത്ത് കൊണ്ട് പോറ്റേണ്ടതല്ല എന്നർത്ഥം. പള്ളി പരിപാലിക്കേണ്ട സക്കാത്ത് കൊണ്ടല്ല, മദ്രസ പാലിക്കേണ്ടത് സക്കാത്ത് കൊണ്ടല്ല. മാതാപിതാക്കളെ നമ്മൾ സക്കാത്ത് നിന്ന് പോറ്റേണ്ടവരല്ല,
നമ്മുടെ ഭാര്യയും മക്കളെയും സക്കാത്ത് നല്ല പോറ്റണം. അത് നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ഇത് പോറ്റണം. ഇതല്ലാത്ത ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ സക്കാത്തും കൊടുക്കുക, സ്വതക്കയും കൊടുക്കുക. പലരും ധരിച്ചിട്ടുള്ളത് കുടുംബത്തിലുള്ളവർക്ക് സക്കാത്ത് കൊടുക്കണ്ടെന്നാണ്. സക്കാത്തിലും സ്വതക്കയിലും ആദ്യം പരിഗണിക്കേണ്ടത് അവനവൻ്റെ കുടുംബക്കാരാണ്. അത് കഴിഞ്ഞാലോ അവനവൻ്റെ അയൽവാസികളെ. ഇത് രണ്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്കുള്ളൂ. ഇത് രണ്ടും മറന്നിട്ട് അവിടേക്കും ഇവിടേക്കും ദൂരെ കൊടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് ശരിയല്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞു നോക്കൂ നിങ്ങൾ, അള്ളാഹു എല്ലാ നന്മയും എല്ലാ തിന്മയും ഉൾപ്പെടുത്തിയ ആയത്തിൽ കുടുംബങ്ങൾക്ക് കൊടുക്കണം എന്ന നന്മ ഉൾപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ പരിഗണിക്കണം. കുടുംബത്തിന് കൊടുക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു കുടുംബത്തിന് കൊടുത്താൽ 2 നേട്ടമുണ്ടെന്നാണ്. ഒന്ന് ആ കൊടുത്ത നേട്ടം, മറ്റതോ സിലത്തുർ റഹീം, കുടുംബബന്ധം അതിലൂടെ ചേർക്കും ചെയ്യാൻ. അത് കുടുംബങ്ങൾക്ക് കൊടുക്കുമ്പോഴേ കിട്ടുള്ളൂ. ആ കുടുംബബന്ധം ചേർത്ത കൂലിയും കിട്ടും, ഈ സ്വതക്ക ചെയ്ത കൂലിയും കിട്ടും. ഇതുപോലെ നമ്മൾ അയൽവാസിയും പരിഗണിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് 2 അയൽവാസികളുണ്ട്. ഫഇല അയ്യിഹിമ ഉഹ്ദി, ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കണം, ഒരു സമ്മാനം അവർക്ക് ആർക്ക് കൊടുക്കണം? അവർ റസൂലുള്ള പറഞ്ഞു, ഇല അക്റഹിബിഹിമ മിൻകി ബാബ, നിൻ്റെ വീടിനോട് ഏറ്റവും അടുത്ത വീട് അത് നീ പരിഗണിച്ചു. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളവരെ പരിഗണിക്കണം എന്നർത്ഥം. ഈത്ത ഇതിൽ കുർബ, അവിടെ ആ 3 വാക്കിൽ എല്ലാം ഉൾക്കൊണ്ടു. തൗഹീദ് അടക്കമുള്ള ഒരു മനുഷ്യനോടൊരു നല്ല വാക്ക് പറയൽ, ഒരു ജീവിയെ കൊല്ലാൻ അനുവദിക്കപ്പെട്ട ജീവിയെ കൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട നന്മ മുതൽ, പിന്നെ അയൽവാസി അടക്കമുള്ള ബന്ധുക്കളടക്കമുള്ള ആളുകളെ സഹായിക്കുന്ന മുതൽ എല്ലാ നന്മയും ഇവിടെ പറഞ്ഞു. ഇനി പറയാണ് വയൻഹ. ആദ്യം പറഞ്ഞത് യഅ്മുറുനാണ്, കൽപ്പിക്കുന്നു. അതിന് നേരെ എതിര് യൻഹ, അല്ല വിരോധിക്കുന്നു. അനിൽ ഫഹ്ശാഇ, അവിടെ ഫഹ്ശാ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായത്, ഏറ്റവും ദുഷിച്ചത്. അതിന് തഫ്സീറിൽ അർത്ഥം കൊടുത്തത് അസ്സിന വല്ലിവാത്ത് വകുല്ലു ഖബീഹിൻ ഇഷ്തദ്ദ ഖുബുഹു എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പോലുള്ള പുരുഷന്മാർ തമ്മിലുള്ള ലിവാത്ത്, വകുല്ലു ഖബീഹിൻ ഇഷ്തദ്ദ ഖുബുഹു, ഏറ്റവും മ്ലേച്ഛമായ നീചവൃത്തികൾ, വ്യഭിചാരമടക്കമുള്ള ഏറ്റവും മോശം, കേൾക്കാൻ പോലും നമുക്ക് അറപ്പ് തോന്നുന്ന തിന്മകൾ, അതൊക്കെയാണ് ഫഹ്ശാ. പിന്നെ വൽ മുൻകർ, അത് തഫ്സീറിൽ മലയാള പരിഭാഷയിലൊക്കെ മുൻകർ എന്ന് പറഞ്ഞാൽ ദുരാചാരം എന്നാണ് അർത്ഥം കൊടുത്തത്. അതിന് തഫ്സീറിൽ കാണാം ഹുവ കുല്ലുമ അൻകറ ശറഉ വ അൻകറതുഹുൽ ഫിത്രത്തു സലീമ വൽ ഉഖൂൽ എന്ന് പറഞ്ഞാൽ ശരീഅത്ത് വെറുത്ത, ശരീഅത്തിൽ അത് പാടില്ല നിങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ശരീഅത്ത് വിരോധിച്ച, അതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിക്കും അതുപോലെ അവൻ്റെ ശുദ്ധമായ പ്രകൃതിക്കും എതിരായി തോന്നുന്ന എല്ലാം മുൻകറാണ്. അതാണ് അവിടെ പറഞ്ഞത്. വൽ ബഗ്യ്, ബഗ്യ് എന്ന അധർമ്മം, അതായത് തോന്നിവാസം, ഒരാൾ തോന്നിയതുപോലെ ജീവിക്കുക, ആര് പറഞ്ഞാലും കേൾക്കൂല. നമ്മൾ ചില ആൾക്കാരെ പറ്റുമുണ്ടല്ലോ, ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തോന്നിവാസി, ധിക്കാരി, ബഗ്യ്. ആ ബഗ്യ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീത്തിൽ കാണും, മാ ദംബുൻ അഹ്റ അൻ യുഅജ്ജിലല്ലാഹു ലിസ്വാഹിബിഹിൽ ഉഖൂബത ഫിദ്ദുനിയ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറതി മിൻ ഖതിഅത്തിർ റഹിമി വൽ ബഗ്യ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പരലോകത്ത് ശിക്ഷയുള്ളതോടൊപ്പം ദുനിയാവിൽ അള്ളാഹിൻ്റെ ശിക്ഷ വേഗം വരാൻ, അവനിൽ പെട്ടെന്ന് വന്നു ഭവിക്കാൻ കാരണമാകുന്ന 2 തിന്മകൾ. ഒന്ന് ഖതിഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കൽ, വൽ ബഗ്യ്, ഈ പറഞ്ഞ ധിക്കാരം, തോന്നിയതുപോലെ ജീവിക്കുക. ഈ 2 തിന്മകൾ ഒരാളിലുണ്ടായാൽ അവന് ഇവിടെ വെച്ച് തന്നെ അള്ളാഹിൻ്റെ ശിക്ഷ പെട്ടെന്ന് കിട്ടും. അതോടൊപ്പം പരലോകത്തേക്ക് ആ ശിക്ഷ അവിടെ കുറയണം ഇല്ല എന്നർത്ഥം. അതാണ് ബഗ്യ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ 3 കാര്യം പറഞ്ഞു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യ്, എല്ലാ തോന്നിവാസങ്ങളും ദുരാചാരങ്ങളും അധർമ്മം ധിക്കാരം ഇതൊക്കെ അള്ളാഹ് വിരോധിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ് യഇളുക്കും, അവൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്, ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ തിന്മകളൊക്കെ ജീവിതത്തിൽ വെടിയ, പരമാവധി നന്മകൾ കൊണ്ടുവരിക. അപ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. അത്തരം ഒരാൾ ജീവിക്കുന്ന പ്രദേശം നന്നാകും,
അങ്ങനെ ഒരു സമൂഹം അങ്ങനെ ആകുമ്പോൾ ആ സമൂഹം ഒന്നടങ്കം നന്നാകും. അതല്ല ഈ നന്മകൾക്കോ ഈ തിന്മകൾക്കോ യാതൊരു സ്ഥാനവും താല്പര്യവും കാണിക്കാതെ മനുഷ്യന്മാരെ തോന്നിയതുപോലെ ജീവിച്ചാലോ നാടാകെ കുഴപ്പത്തിലാകും. അത് അള്ളാൻ്റെ കൽപ്പന നമ്മൾ പാലിക്കുക എന്നർത്ഥം. അടുത്തത് വഔഫൂ ബിഅഹദില്ലാഹി ഇദാ ആഹദ്തും വലാ തൻഖുളുൽ അയ്മാന ബഅദ തൗകീദിഹാ വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീലാ ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ വഔഫൂ ബിഅഹദില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കുക. അവിടെ അള്ളാഹിനോടുള്ള കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് കരാറുകളും അതിൽപ്പെടും. നേർക്കുനേരെ അള്ളാഹിനോടുള്ളതായാലും ഇനി സൃഷ്ടികളോടുള്ള കരാറുകളാണെങ്കിലും അത് പൂർത്തീകരിക്കണം. സൂറത്ത് മുഅ്മിനൂൻ അതിൻ്റെ തുടക്കത്തിൽ സ്വർഗം അനന്തരാവകാശമായി ലഭിക്കുന്ന ആളുകളുടെ 10ഓളം ഗുണങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണും. അവർ വല്ലദീന ഹും ലി അമാനാതിഹിം വ അഹദിഹിം റാഊൻ എന്ന് പറഞ്ഞാൽ അവർ ഏറ്റെടുക്കുന്ന അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ, അവർ ചെയ്യുന്ന കരാറുകൾ. റാഊൻ എന്ന് പറഞ്ഞാൽ റാഊൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നതാണ്, ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കും. അതാണ് ഇവിടെ പറഞ്ഞ വ ഔഫൂ ബി അഹദില്ല എന്ന് പറഞ്ഞാൽ ദീനിൽ കേവലം ചില ഇബാദത്തുകളും പ്രാർത്ഥനകളും മാത്രമായി കൂടാന്നല്ല, മനുഷ്യബന്ധങ്ങളും എല്ലാ നന്മകളും ഉള്ളവരായി മാറുക. അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ അർത്ഥവത്താകുന്നത് എന്നർത്ഥം. ഒരു ഹദീസിൽ കാണും ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു, അമാനത്ത് കാത്തു സൂക്ഷിക്കാത്തവന് ഈമാനില്ല. വലാ ദീന ലിമൻ ലാ അഹദ ലഹു, കരാറുകളും പ്രതിജ്ഞകളും പാലിക്കാത്തവന് ദീനുമില്ല എന്നാണ്. എന്നാൽ വാക്കിൽ ലംഘനം വരിക, ചതിയും അതുപോലെ അക്രമവും നടത്തുക, അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ ദീനിന്ന് അകലാണ് ചെയ്യുന്നതെന്ന് അർത്ഥം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വൗഫൂ ബി അഹദില്ലാഹി ഇദാ ആഹദ്തും, നിങ്ങളങ്ങനെ കരാറ് ചെയ്താൽ. ആഹിദ എന്നാൽ കരാർ ചെയ്തു. അതാണ് സുഹൃത്ത് ഹദീസിൽ മുനാഫിക്കിൻ്റെ അടയാളം പറഞ്ഞപ്പോൾ ആയത്തുൽ മുനാഫിക്ക് തലാത്തുൻ ഇദാ ഹദ്ദത കദബ്, സംസാരിച്ച കളവ് പറയും. വഇദ ഉത്തുമിന ഖാന, വിശ്വസിച്ച ചതിക്കും. വഇദ വഅദ അഖ്ലഫ, അവൻ വല്ല വാഗ്ദാനവും ചെയ്താൽ ലംഘിക്കും എന്നൊക്കെ പറഞ്ഞത്. അതുണ്ടാവരുത് എന്നർത്ഥം. പരമാവധി കരാറുകൾ കാത്തു സൂക്ഷിക്കുന്നവരായി മാറണം. വലാ തൻഖുലുൽ അയ്മാൻ, നഖല എന്നല്ല ലംഘിച്ചു എന്നാണ്. വലാ തൻഖുലു, നിങ്ങൾ ലംഘിക്കരുത്. അൽ ഐമാന, യമീന് അതിൻ്റെ ബഹുവചനാണ് ഐമാൻ. ശപഥങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്ത് ഉറപ്പിച്ച് പറയുന്ന ശപഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും, ഞാനത് നൽകും എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയും. അതാണ് ബഅദ തൗകീദിഹ, അക്കദ എന്നാണ്. ശക്തിപ്പെടുത്തിയ ശേഷം ചെയ്തോളട്ടോ, പറഞ്ഞോളട്ടോ, തരാട്ടോ എന്ന് ഉറപ്പിച്ച ശേഷം അത്തരം ശപഥങ്ങൾ നിങ്ങൾ ലംഘിക്കുവാനും പാടില്ല. സുഹൃത്ത്, മായിദയിൽ ശപഥം ലംഘിച്ചാലുള്ള കഫാറത്ത് പറഞ്ഞിട്ടുണ്ട്. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും, നിങ്ങളുടെ ശപഥങ്ങളിൽ വ്യർത്ഥമായത് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ലാതെ ഒരാൾ തരട്ടോ പറയട്ടോ എന്നൊക്കെ ചെയ്താൽ അതിന് കുറ്റമല്ല, അള്ളാഹ് പിടികൂടില്ല. വലാകിൻ യുആഖിദുകും ബിമാ അഖത്തുമുൽ ഐമാൻ, നിങ്ങൾ ഉറപ്പിച്ച ശപഥങ്ങൾ നിങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കും. എന്നിട്ട് പറയാണ് ഫകഫാറതുഹു, അങ്ങനെ ഉറപ്പിച്ച ശപഥങ്ങൾ ഒരാൾ ലംഘിച്ചാൽ അതിന് കഫാറത്തുണ്ട്, പ്രായശ്ചിത്തമുണ്ട്. ഈ തുആമു അശറത്തി മസാക്കീൻ, ആദ്യം പറഞ്ഞത് 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. മിൻ ഔസത്തി മാ തുതഇമൂന അഹ്ലീക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്ന മിതമായ ആ ഭക്ഷണം 10 സാധുക്കൾക്ക്. അതല്ലെങ്കിൽ ഔ കിസ്വത്തുഹും, ഭക്ഷണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് വസ്ത്രം കൊടുക്കണം. ഔ തഹരീറു റഖബ, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അതിപ്പോൾ ഇന്ന് നടക്കുന്ന കാര്യമല്ല. ഒന്നുകിൽ ഭക്ഷണം കൊടുക്കുക 10 സാധുക്കൾക്ക്, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു ഫമല്ലം യജിദ്, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ, ഇതിനൊന്നും സാധിച്ചില്ലെങ്കിൽ ഫസുയാമു സലാസത്തി അയ്യാം, 3 ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കണം. എന്നാലേ ആ കഫാറത്ത് പ്രായശ്ചിത്തം ആവുള്ളൂ. ദാലിക കഫാറത്തു ഐമാനിക്കും ഇദാ ഹലഫ്തും,
ഇതാണ് നിങ്ങൾ സത്യം ലംഘിച്ചാൽ നിങ്ങൾക്കുള്ള പ്രായശ്ചിത്തം. അതുകൊണ്ട് വഹ്ഫളൂ ഐമാനക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ശപഥങ്ങളെ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ആളുകൾ സമൂഹത്തിൽ ഇതൊക്കെ വളരെ നിസ്സാരമായി കാണുന്നതാണ്. അത് നിസ്സാരമല്ല, അത് ഗൗരവമുണ്ട് എന്ന് നമ്മൾ പഠിക്കുക. ഒന്ന് മതി, ആ ക്രമത്തിലാണ് ചെയ്യേണ്ടത്. ആദ്യം പറഞ്ഞ ഭക്ഷണം, അതിന് കഴിയില്ലെങ്കിൽ വസ്ത്രം, അതിന് കഴിയില്ലെങ്കിൽ പിന്നെ അടിമമോചനം, അതൊന്നും നടക്കൂല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 3 ദിവസത്തെ പിന്നെ നോമ്പ് തുടർച്ചയായി ചെയ്യുക. സാധിക്കാത്ത വട്ടം അത് ചെയ്യാന്നർത്ഥം. എന്നിട്ട് അല്ലാഹ് ഇവിടെ പറഞ്ഞു നോക്കൂ, വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല. കാരണം വഖദ് ജഅൽതുമുല്ലാഹ്, നിങ്ങൾ അള്ളാനെ ആക്കിയിട്ടുണ്ട്, അലൈക്കും നിങ്ങളുടെ മേൽ കഫീല, ജാമ്യക്കാരനായിട്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ സത്യം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ശപഥം ചെയ്യുന്നത്. അപ്പോൾ അള്ളാനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ശപഥത്തിൽ ജാമ്യക്കാരനാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ശപഥങ്ങൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ, തീർച്ചയായും അള്ളാഹു അറിയുന്നു, മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം. വലാ തകൂനു, നിങ്ങളാകരുത്, കല്ലത്തി ഒരുവളെപ്പോലെ, നഖലത്ത് ഗൊസ്ലഹ, ഗൊസ്ൽ എന്ന് പറഞ്ഞാൽ ഈ നൂലിങ്ങനെ പിന്നെ പിരിക്കുക, നൂലിങ്ങനെ ബന്ധിച്ച് പിരിച്ചുണ്ടാക്കുക, അതിനാണ് ഗൊസ്ൽ എന്ന് പറയാം. നഖല പറഞ്ഞാൽ അതിൻ്റെ കെട്ടഴിക്കുക. നേരത്തെ പറഞ്ഞ നഖല പറഞ്ഞാൽ ലംഘിച്ചു പറഞ്ഞില്ലേ, അത് നൂല് ഉറപ്പിച്ച് മുറുക്കി കെട്ടി ഉറപ്പിച്ച ശേഷം എന്ത് ചെയ്യുക, അത് അഴികളാക്കി ഇങ്ങനെ മാറ്റുക. അതാണ് അവിടെ നഖലത്ത് ഗൊസ്ലഹ എന്ന് പറഞ്ഞത്. അതുപോലെ നിങ്ങളാവരുത്. മിൻ ബഅദി ഖുവ്വത്തിൻ, ശക്തമായി ആ നൂല് പിരിച്ച ശേഷം, ഒരു നൂല് ശക്തമായി പിരിച്ച് കെട്ടി മുറുക്കിയ ശേഷം, അങ്കാസ, നക്കത്ത് അങ്കാസ പറഞ്ഞാൽ അതിനെ ഇഴകളാക്കി എന്ത് ചെയ്യുക, അതിൻ്റെ പഴയ പടിയിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ പറയല്ലോ, നേരം വെളുത്ത് വൈകുന്നേരം വരെ വെള്ളം കോരി അവസാനം ആ വെള്ളം കോരി നിറച്ച കലമുടച്ചു എന്ന് പറയുന്ന പോലെ. എന്നാൽ ആ ശബ്ദങ്ങളൊക്കെ ചെയ്തു, അതിനെ ഉറപ്പിച്ച് പറഞ്ഞു, എന്നിട്ട് അതിനെ പാടെ നിസ്സാരമായി കണ്ട് അതിനാണ് ലംഘിക്കുക. അതൊരിക്കലും സത്യവിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ല. മക്കയിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ്. അവളെ പണി തന്നെ ഇങ്ങനെ നൂലിങ്ങനെ പിരിച്ചുണ്ടാക്കിയിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ആ നൂലുകളൊക്കെ ഇങ്ങനെ അഴികളാക്കി ഒക്കെ ഇല്ലാതാക്കും. ആ സ്ത്രീയെപ്പോലെ നിങ്ങൾ ഈ വിഷയത്തിലാകരുത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്താണ്. എന്നിട്ട് പറയാണ്, തത്തഖിദൂന ഐമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ശപഥങ്ങളെ സ്വീകരിക്കുന്നു, ദഖലം ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ചതിപ്രയോഗത്തിന്, പരസ്പരം ആളുകളെ ചതിക്കാൻ. എന്നാൽ ഒരാളോട് ശപഥം ചെയ്തു, അവിടെ ലംഘിച്ചു, എന്നിട്ട് വേറെ ആൾ ശപഥം ചെയ്ത് ലംഘിച്ചു. ഇതിങ്ങനെ നിങ്ങൾക്കിടയിൽ ചതിപ്രയോഗത്തിനുള്ള മാർഗമാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ശപഥം ചെയ്യുക, ലംഘിക്കുക എന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവരുത്. മക്കയിൽ ആ ഭ്രാന്തിപ്പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത് എന്നൊക്കെ അല്ലാഹു ഓർമ്മപ്പെടുത്താണ്. പിന്നെ പറയാണ്, അൻ തകൂന ഉമ്മത്തുൻ, ഒരു സമുദായം ആകുക എന്നത്, ഹിയ, അത്, അർബാ, ഏറ്റവും വളർച്ചയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും എണ്ണപ്പെരുപ്പമുള്ളത്, മിൻ ഉമ്മത്തിൻ, ഒരു സമുദായത്തെക്കാൾ. ഇത് പറയാൻ കാരണം, ജാഹിലിയ കാലഘട്ടത്തിൽ അവരിങ്ങനെ ശപഥം ചെയ്യും, ആളുകളോട് സഖ്യത്തിൽ ഏർപ്പെടും. വാങ്ങിക്കൊടുക്കണേ. ജാഹിലിയ കാലഘട്ടത്തിൽ വ്യക്തികൾ തമ്മിൽ, അതുപോലെ സമൂഹങ്ങൾ തമ്മിൽ, പ്രദേശങ്ങൾ തമ്മിൽ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി സഖ്യത്തിൽ ഏർപ്പെടുക, അങ്ങനെ കരാറിൽ ഏർപ്പെടുക. അത് അവർ കരാർ ചെയ്തിട്ട് ഒരു സംഘത്തോട് കരാർ ചെയ്തു, ആ സംഘത്തിനേക്കാളും എല്ലാ നിലക്കും അംഗബലവും അതുപോലെ സമ്പത്തുള്ള മറ്റു നിലക്ക് അവരെ ഒപ്പം കൂടിയാൽ പ്രയോജനം കിട്ടും, അവരുടെ കൂടെ നടന്നാൽ നേട്ടം കിട്ടും എന്ന് കരുതുമ്പോൾ ഈ സംഘം അവരെക്കാളും ദുർബലരാണ് ആദ്യം കരാർ ചെയ്ത. അപ്പോൾ വലിയ സംഘത്തെ കാണുമ്പോൾ ഈ കരാർ ലംഘിക്കും. ഇങ്ങനെയുള്ള ജാഹിലിയ സമ്പ്രദായത്തെ എതിർത്തുകൊണ്ടാണ് അല്ലാഹ് ഈ പറയുന്നത്, അൻ തകൂന ഉമ്മത്തുൻ ഹിയ അർബാ മിൻ ഉമ്മ, ഒരു സമുദായത്തെക്കാൾ മറ്റൊരു സമുദായം എണ്ണപ്പെരുപ്പമുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ അവരോട് ചെയ്ത കരാറുകൾ ഒരിക്കലും ലംഘിക്കരുത്. അതിന് തഫ്സീറിൽ കാണാം, മൻ ബായ അമീറൻ, ഒരു അമീറിനോട്, നേതാവിനോട് ഒരാൾ കരാർ ചെയ്തു, അതിൽ ബൈഅത്ത് ചെയ്തു, ഔ ആഹദ അഹദൻ, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും കരാറിൽ ഏർപ്പെട്ടു, യജിബു അലൈഹിൽ വഫാഉ, അങ്ങനെ കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ പൂർത്തീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്.
വലാ യജൂസു നഖ്ലു വൻ നഖ്സു, അതുകൊണ്ട് തന്നെ അത്തരം കരാറുകൾ ലംഘിക്കാൻ പാടുള്ളതല്ല. ലി മനാഫിഇ ദുന്യവിയ്യത്തിൻ അബദ, എന്തെങ്കിലും ഐഹിക ലാഭങ്ങൾ നേട്ടങ്ങൾ കണ്ട് എന്ത് ചെയ്യരുത്, അങ്ങനെ കരാറുകൾ ലംഘിക്കാൻ പാടില്ല. ആ കരാർ ലംഘിക്കുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ഒരു ചതിയാണെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ അങ്ങനെ വഞ്ചിക്കുന്നവർക്ക് പരലോകത്ത് പ്രത്യേകം ശിക്ഷ പറഞ്ഞ ഹദീസുകളൊക്കെ കാണും. ഒരു ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഗാദിറ യുൻസബു ലഹു ലിവാഉൻ യൗമൽ ഖിയാമ, വഞ്ചകന് അവന് പരലോകത്ത് പ്രത്യേകം അവനെ ആളുകൾക്കിടയിൽ കാണാൻ വേണ്ടി പ്രത്യേകം ഒരു പതാക അവന് നാട്ടപ്പെടും. ഫയുഖാൽ ആദിഹി ഓദറത്തു ഫുലാൻ, ഇത് ഇന്നവനെ ചതിച്ചതിൻ്റെ ഫലമാണ് എന്ന് പ്രത്യേകം പറയും എന്നൊക്കെ കാണാൻ കഴിയും. അപ്പോൾ കരാർ ലംഘനം നമ്മൾ വ്യക്തികൾ തമ്മിലാവട്ടെ, ഒരു പ്രദേശം, ഒരു രാജ്യം, അല്ലെങ്കിൽ ചെറിയ സംഘവും വലിയ സംഘവുമായാലും ആരോട് കരാറിൽ ഏർപ്പെട്ടാലും ആ കരാറ് ലംഘിക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത. അതാണ് ഇവിടെ പറഞ്ഞത്. ഇന്നമായ ബുലൂക്കുമുല്ലാഹു ബിഹി, എന്നിട്ടല്ല പറയാൻ, ഇതൊക്കെ ഇന്നമാ തീർച്ചയായും യബുലൂക്കുമുള്ള, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്, ബിഹി അതിലൂടെ എന്ന് പറഞ്ഞാൽ അത്തരം കരാറുകൾ പാലിക്കുക വഴി നിങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കുകയാണ്. അത്തരം കരാറുകൾ ലംഘിക്കുക വഴി ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെടാൻ. അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. വല യുബയ്യിനന്ന ലക്കും, അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും, വിശദീകരിച്ചു തരും. യൗമൽ ഖിയാമ, ഖിയാമത്തിൻ്റെ അന്ന്, മാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഏതൊക്കെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി തെറ്റിപ്പോയിട്ടുണ്ടോ, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തീരും പരലോകത്ത്. അതുകൊണ്ട് സത്യത്തിൻ്റെ വഴിയിൽ നിങ്ങൾ നിലകൊള്ളുക. നമ്മൾ ഓതി വെച്ചത് അതുപോലെ ആണെങ്കിലും ഒരായത്തുമ്പോൾ എടുത്തിട്ട് അവസാനിപ്പിക്കാം. വലൗ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅലക്കും, അവൻ നിങ്ങളെ ആക്കുമായിരുന്നു ഉമ്മത്തം വാഹിദ, ഒരൊറ്റ സമുദായം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണമെങ്കിൽ നിങ്ങളൊരൊറ്റ സമൂഹമാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ വലാകിൻ യുളില്ലു മൻ യശാ വയഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ യുളില്ലു, അവൻ വഴികേടിലാക്കുന്നു, വയഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. അങ്ങനെ അള്ളാഹു വഴികേടിലാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നിങ്ങൾക്ക് അള്ളാഹു ഹദൈനാഹു സബീൽ, യഥാർത്ഥ മാർഗത്തിലേക്ക് നിങ്ങളെ വഴി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സത്യത്തിൻ്റെ വഴി കൃത്യമായി കാണിച്ച് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മനുഷ്യന് ഇഖ്തിയാറുണ്ടെന്ന് മാത്രം. ഇതാണ് സത്യത്തിൻ്റെ വഴി, ഇത് അസത്യത്തിൻ്റെ വഴിയാണ് എന്ന് കാണിച്ചിട്ട് ആ സത്യത്തിൻ്റെ വഴി സ്വീകരിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ അവസരങ്ങൾ സ്വീകരിക്കാതെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവനാണ് ളലാലത്ത് കിട്ടുക. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവന് അതിന് ഹിദായത്ത് കിട്ടും. വഹദൈനാഹു നജ്ദൈൻ, തെളിഞ്ഞു കാണുന്ന രണ്ട് മാർഗം നിങ്ങളുടെ മുമ്പിൽ അവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വഴി തെറ്റിൻ്റെ വഴിയിൽ നിന്ന് വിടുക, ശരിയുടെ മാർഗത്തിലേക്ക് എത്തുക. അത് മനുഷ്യന് മാത്രം, ജിന്നുകൾക്കും മനുഷ്യർക്കും മാത്രമുള്ളതാണ്. മറ്റു ജീവജാലങ്ങൾക്കോ മിണ്ടാപ്രാണികൾക്കോ മലക്കുകൾക്കോ പോലും ആ ഇഖ്തിയാർ അള്ളാഹ് കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു പക്ഷേ അള്ളാഹ്ക്ക് വേണമെങ്കിൽ മനുഷ്യരെയും മലക്കുകളെ പോലെ ആക്കാമായിരുന്നു, ഒരു ഇഖ്തിയാറുമില്ലാത്ത ജീവജാലങ്ങളെ പോലെ ആക്കാമായിരുന്നു. അതല്ല മനുഷ്യൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സുന്നത്ത്, നടപടിക്രമം. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച് അവന് വേണ്ടി പ്രപഞ്ചം സംവിധാനിച്ച് അവൻ്റെ മുമ്പിൽ സത്യത്തിൻ്റെ മാർഗങ്ങൾ കാണിച്ചു, അസത്യത്തിൻ്റെ മാർഗങ്ങൾ കാണിച്ചു, അവനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവും ബുദ്ധിയും സാമർഥ്യവും കൊടുത്തു. എന്നിട്ട് അതിന് ശ്രമിക്കാത്തവന് ളലാലത്തിലെത്തും, അതിന് ശ്രമിച്ചവന് ഹിദായത്ത് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞ യുളില്ലു മൻ യശാ വയഹ്ദി മൻ യശാ വലതുസ്അലുന്ന, നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് വിചാരണ നേരിടും. അമ്മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങളോട് പറയപ്പെടും, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. മറ്റ് ചില ആയത്തുകളിൽ വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരൊക്കെ വിശ്വാസികളാകുമായിരുന്നു. വലൗ ശാഅ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ, റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും. പക്ഷെ അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്നത് അള്ളാഹ് മനുഷ്യന് ഹിദായത്തിന് മാർഗം കാണിച്ചു,
വലാലത്തിൻ്റെ വഴി കാണിച്ചു, ഇഖ്തിയാർ കൊടുത്തു. മനുഷ്യനത് അവൻ്റെ ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും കണ്ടെത്തി ജീവിച്ചാൽ അവന് രക്ഷപ്പെടാം. ഇതാണ് ഇന്നത്തെ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പരമാവധി അള്ളാഹുവിൻ്റെ ദീനും അവൻ്റെ തൗഹീദും കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. എത്രയോ രോഗികൾ പ്രയാസപ്പെടുന്നു, അവർക്കൊക്കെയും ഷിഫയും ആഫിയത്തും റബ്ബ് കനിഞ്ഞു നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സഹായിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.